ഇനി നമുക്ക് പട്ടിയാല എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. പട്ടിയാല എന്ന് പറയുമ്പോൾ സെമി പട്ടിയാലയുണ്ട്, ഫുൾ പട്ടിയാലയുണ്ട്, പിന്നെ ഫുള്ള് സർക്കിളായിട്ട് വരുന്നുള്ള പട്ടിയാലയുണ്ട്, പല ടൈപ്പുള്ള പട്ടിയാലയുണ്ട്. നമ്മളിപ്പോൾ നോർമൽ പട്ടിയാലയാണ് നോക്കുന്നത്. ബാക്കിയുള്ള പട്ടിയാലകളൊക്കെ നമുക്ക് വേറെ വരുന്ന ക്ലാസ്സിലൊക്കെ പഠിക്കാം. നോർമലായിട്ടുള്ളൊരു പട്ടിയാല എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. കാരണം ഇതിന് നമുക്ക് നല്ല വീതിയുള്ള തുണിയാണ് വേണ്ടത്. സാധാരണ ഒരു 3.5 മീറ്റർ 4 മീറ്റർ തുണിയെങ്കിലും വേണം നോർമലായിട്ടുള്ള ഒരു പട്ടിയാല ചെയ്യണമെന്നുണ്ടെങ്കിൽ. തുണി കുറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ പട്ടിയാല എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സാധാ ബോട്ടം കട്ട് ചെയ്യുന്ന പോലെ ചെയ്തിട്ട് മാക്സിമം പ്ലേറ്റ് ചുറ്റിനും കെട്ടി കൊടുക്കുക ചെയ്യുന്നത്. അതാണ് പട്ടിയാല എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അങ്ങനെയല്ല പട്ടിയാല ചെയ്യുന്നത്. അത് സാധാ ബോട്ടത്തിനകത്ത് ഫ്ലെയർ അല്ല, സാധാ ബോട്ടത്തിനകത്ത് ലൂസ് കൂടുതലെടുത്തിട്ട് സാധാരണ പ്ലേറ്റ് 1 ഇഞ്ച് പ്ലേറ്റ് അങ്ങ് മൊത്തത്തിൽ ചുറ്റിനും അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് അത് പട്ടിയാല എന്ന് പറയും. അങ്ങനെയല്ല പട്ടിയാല ചെയ്യേണ്ടത്. പട്ടിയാല എന്ന് പറയുമ്പോഴത്തേനും ഒറിജിനൽ പട്ടിയാല എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നോർമൽ വീതിയുള്ളൊരു തുണിയാണ്. ഇതിനിപ്പോൾ വീതി എന്ന് പറയുന്നത് 42 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. 42 ഇഞ്ച് വീതിയുള്ള തുണി. കാരണം ഇത് ഞാൻ ഇപ്പോൾ ഒരു 2.5 മീറ്ററോളം ഉണ്ട്, 2-3 മീറ്ററോളം ഉണ്ട്. ഇത് നമുക്ക് ഇതിനകത്ത് കിട്ടുമെന്ന് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി വരും നമുക്ക് വേറെ പീസ് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തൊന്ന് കാണിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വേറെ നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കുകയും ചെയ്യാം. ഏത് മെഷർമെന്റ് വന്നാലും എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇത് സിമ്പിളാണ്. നമ്മൾ സാധാ ഓട്ടം പഠിച്ച പോലെ ഉള്ളൂ ഇതിന്റെ കാൽക്കുലേഷനൊക്കെ. പിന്നെ അതിന്റെ കട്ടിങ്ങിന്റെ രീതിയും സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിനകത്തുള്ള ശകലം വ്യത്യാസം വരുന്നത്. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഈ വീതിയിലാണ്, ഇതാണ് കരപ്പീസ് വരുന്ന ഇതാണ് ഇതിന്റെ വീതി വരുന്നത്. ഇതിനകത്തിപ്പോൾ ചെയ്യേണ്ടത് പറയുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തുണി എടുത്തതിന് ശേഷം ഇങ്ങനെ മടങ്ങിയാണല്ലോ വരുന്നത്. അത് ഒറ്റ പീസ് എടുക്കുക. ഒരു പീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മടങ്ങി വരുന്ന പീസ് എടുക്കുക. എടുത്തിട്ട് ഇത് ഒന്നുകൂടെ മടക്കുക. കണ്ടോ, ഒന്നുകൂടെ മടക്കുക. അത് ഈ രീതിയിൽ നമുക്ക് കിട്ടി. മനസ്സിലായോ? ആദ്യം നമ്മൾ ഈ ഒരു തുണി എടുത്തു. ഇത് രണ്ടായിട്ട് മടക്കി ഇട്ടേക്കുന്നതാണ്. കണ്ടോ, ഇത് നമ്മളെടുത്തു. അതിനുശേഷം നമുക്കിത് ഒന്നുകൂടെ കറക്റ്റായിട്ട് മടക്കാം. കണ്ടോ, മടക്കി വെച്ചു. ഇതാണ് ഒരു പീസ് വരുന്നത്. ഈ പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് സൈഡിലായിട്ട് വരും ഈ പീസ്. ഇത് കഴിഞ്ഞ് ജോയിൻ ചെയ്തിട്ടാണ് ബാക്കി പീസുകൾ വരുന്നത് പട്ടിയാലയ്ക്ക്. ഈ പീസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അടിവശത്ത് നമ്മൾ എത്ര ഇഞ്ചാണോ ബോട്ടം ഉണ്ടല്ലോ, ബോട്ടത്തിൽ നമ്മൾ എത്ര ഇഞ്ചാണോ ലൂസ് ഇടുന്നത് ആ ലൂസിനകത്ത് ആ ലൂസ് തയ്യൽത്തുമ്പോൾ കൂട്ടി കറക്റ്റായിട്ട് കട്ട് ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്ത് നിർത്തണം. ഈ പീസിനകത്താണ് നമുക്ക് കാലിന്റെ അടിഭാഗം വരുന്നത്. അതായത് ബോട്ടം വരുന്നത്, ബോട്ടത്തിന്റെ ചുറ്റളവ് വരുന്നത് ഈ ഒറ്റ പീസിനകത്താണ്. ബാക്കിയുള്ള പീസും പ്ലീറ്റും വേറെ പീസ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടാണ് വരുന്നത്. നമുക്കത് നോക്കാം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളത് രണ്ടായിട്ട് മടക്കിയിട്ട് 2 സൈഡിലും നമുക്ക് ഓരോ പീസ് വേണ്ടി വരും. മനസ്സിലായി? അത് കട്ട് ചെയ്ത് കാണുമ്പോഴേ മനസ്സിലാവും. അതിനിപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. തുണി എടുക്കുക, എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി ഇടുക, ഒറ്റ പീസ് എടുക്കുക. കണ്ടോ, ഇങ്ങനെ വീതി വന്നു. ഇത് രണ്ടായിട്ട് മടക്കിയിട്ടേക്കുക. അതൊരു മടക്കോടെ മടക്കി കറക്റ്റായിട്ട് നമ്മൾ ഇട്ടു. അതിനുശേഷം നമ്മളിവിടെ കറക്റ്റായിട്ട് തുണി ഒന്ന് ലെവൽ ചെയ്യാം. ഇവിടെ നമുക്കിവിടെ തയ്യൽ തുമ്പ് വേണം. ഇതിനകത്ത് മെഷർമെന്റ് വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഇറക്കം വേണം. പിന്നെ നമുക്ക് അരവണ്ണം എടുക്കുന്നത് നല്ലതാണ്, അരവണ്ണം ഹിപ്പ് എടുക്കുന്നത് നല്ലതാണ്. അരവണ്ണം ഹിപ്പ് ഇല്ലെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അരവണ്ണം ഏകദേശം അറിഞ്ഞാൽ മതി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് നമുക്ക് വള്ളി വെച്ച് കെട്ടുന്ന ടൈപ്പാണ്. എലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് അരവണ്ണം നോക്കിയിട്ട് അതിന്റെ കാൽക്കുലേഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യണം. ഇതിപ്പോൾ നോർമലായിട്ട് വരുന്ന പട്ടിയാലയാണ്. അത് ഇത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ സാധാ കൂട്ടം കട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, ബാൻഡ് നമ്മൾ കൊടുക്കത്തില്ല, യോക്ക് പീസ്. അത് എത്ര ഇഞ്ച് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. നമുക്കൊരു 6 ഇഞ്ച് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടിയാൽ മതി. അതിന് നമ്മൾ 7.5 ഇഞ്ച് കൊടുക്കുക. ഓർമ്മയുണ്ടോ? പഴയ നോർമൽ ബോട്ടം പഠിച്ച ക്ലാസ് ഓർമ്മയുണ്ടോ? അതിന് നമുക്കൊരു 7.5 ഇഞ്ചാണ് നമ്മൾ യോക്കിന്റെ വീതി എടുത്തിരുന്നത്. ഒരു 6 ഇഞ്ച് നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടുമായിരുന്നു. മുകളിൽ നിന്ന് നമുക്ക് 1 ഇഞ്ച് മടക്കി അടിക്കും വള്ളി ഇടാനെ കൊണ്ട്. പിന്നെ അടിവശം നമുക്ക് 1/2 ഇഞ്ച് ഇവിടെ തയ്യൽ നിന്നും പോകുമായിരുന്നു കാലം ജോയിൻ ചെയ്യുമ്പോഴത്തേന്. അത് നമ്മൾ 7.5 ഇഞ്ച് എടുക്കുന്നത് അല്ലേ. 6 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. 7 ഇഞ്ച് നമ്മൾ എടുക്കുമെങ്കിലും 6 ഇഞ്ചാണ് വേണ്ടത്. കാരണം ഒറിജിനൽ ഇപ്പൊ 40 ഇഞ്ച് ഇറക്കം വരുമ്പോൾ നമ്മൾ എത്ര ഇഞ്ചായിരുന്നു യോഗ് കഴിഞ്ഞിട്ടുള്ള പീസ് എടുക്കുന്നത്. യോക്കിന് നമ്മൾ 6 ഇഞ്ച് കുറയ്ക്കും അല്ലേ. 6 ഇഞ്ച് 40 6 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 34. പിന്നെ അതിനുള്ള നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും, കാര്യം ജോലി പോയതിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും, പിന്നെ അടിവശം മടക്കി അടിക്കാനുള്ള തുണി. ഇത്രയാണ് നമ്മൾ യോഗ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് എടുത്തുകൊണ്ടിരുന്നത്. ഓർമ്മയില്ലെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്നുകൂടെ പോയി റിപ്പീറ്റ് ചെയ്ത് കാണും. നോർമൽ ബോട്ടം തന്നെ.
അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 6 ഇഞ്ച് നമ്മൾ യോക്ക് ജോയിൻ ചെയ്തെടുക്കുന്നത്. കാരണം 6 ഇഞ്ചിന് പകരം നമ്മൾ യോക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഇഞ്ച് എടുക്കുന്നത്? 7.5 ഇഞ്ച് എടുക്കുന്നത്. കാര്യം വള്ളി അടിക്കാനും ഇവിടുത്തെ തയ്യൽ തുമ്പ് എല്ലാം എടുത്തിട്ട് കഴിയുമ്പോഴത്തേനും 7.5 ഇഞ്ച് തയ്ച്ചു കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇത് 6 ഇഞ്ചും വരും. ഈ 34 എന്നുള്ളത് അര ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് പോയിട്ട് 34 വരും. കാരണം 34 6 45 ഇറക്കം നമുക്ക് കറക്റ്റ് കിട്ടുകയും ചെയ്യും. മനസ്സിലായി? കാരണം ആ സെയിം തന്നെയാണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം ആദ്യം നമ്മൾ ഫുള്ള് തുണി ഇട്ട് കട്ട് ചെയ്താണ് പോവുക ചെയ്യുന്നത്. ഇതങ്ങനെയല്ല. ഇത് നമുക്ക് അടിവശം എത്രയാണോ വേണ്ടത് അതിന്റെ അളവിലാണ് ഈ ഒരു തുണി നമുക്ക് എടുക്കേണ്ടത്. 2 സൈഡിലും 2 പീസ്, 2 കാലിന്റെയും 2 സൈഡിലായിട്ടാണ് ഈ 2 പീസ് വരുന്നത്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമുക്ക് ഇത് നോക്കാനാണ്. അതിന് ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു, നമുക്കതൊക്കെ ലെവൽ ചെയ്യും. ഓക്കെ. എന്നിട്ട് നമുക്ക് ഇതിന് ഇറക്കം വരുന്നത് 40 ഇഞ്ചാണ് കേട്ടോ. ഇതിന് ഇറക്കം വരുന്നത് 40 ഇഞ്ചാണ്. അത് 40 ഇഞ്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് യോക്കുണ്ട്. നമ്മൾ സാധാ പൊട്ടം കട്ട് ചെയ്യുന്ന പോലെ തന്നെയല്ലേ ഈ പട്ടികയിൽ വരുന്നത്? യോക്ക് വരുന്നുണ്ട്. സാധാ പൊട്ടം കട്ട് ചെയ്യുന്ന പോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറക്കത്തിന്റെ കാര്യവും യോക്കിന്റെ കാര്യം വരുന്നത് പട്ടികയിൽ വരുന്നത് യോക്ക് വരുന്നത് അതുപോലെയാണ്. ബാക്കിയുള്ള കട്ടിങ്ങാണ് വ്യത്യാസം വരുന്നത്. അത് യോക്ക് നമുക്കിവിടെ 6 ഇഞ്ച് യോക്ക് വേണം, തയ്യൽ തുമ്പ് കൂട്ടാതെ. അതിന് 34 നിന്ന് 6 നമുക്ക് ഒറിജിനൽ ഇറക്കം വരേണ്ട 40 ഇഞ്ചാണ്. അതിന് 40 ഇഞ്ചിൽ നമ്മൾ 6 ഇഞ്ച് കുറയ്ക്കുന്നു. 6 ഇഞ്ച് എന്താണെന്ന് മനസ്സിലായി? യോക്കിന് വേണ്ടിയിട്ടുള്ള 6 ഇഞ്ച് കുറയ്ക്കും. 34 നമുക്ക് അരയുടെ തയ്യൽ തുമ്പ് അത് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 34 ഇഞ്ച് ഇറക്കം, അതായത് യോക്ക് കഴിഞ്ഞിട്ടുള്ള ഇറക്കം എത്ര വേണമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. 34 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ഈ ലൈനിൽ നിന്ന് 34 ഇഞ്ച് നമ്മൾ എടുക്കും. കണ്ടോ? മുകളിലോട്ട് കയറ്റിടാം. എന്നിട്ട് നമ്മളിത് മാർക്ക് ചെയ്യാം. നമുക്ക് അടിവശം മടക്കി അടിക്കാനുള്ള തുണി എത്രയാണോ വേണ്ടത് നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ, ഞാൻ ഇത്രയും രീതിയിൽ മടക്കി അടിക്കാനുള്ള തുണി മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അനുസരിച്ച് മാർക്ക് ചെയ്യാം. ഇതൊരു 2.5 ഇഞ്ചോളം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സാധാ പൊട്ടം കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? ഈ തുണി ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കത്തില്ലെന്നേ ഉള്ളൂ. 2 പീസായിട്ട് ഇങ്ങനെ ഇടും. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇറക്കം വരെ 40 ഇഞ്ചാണെങ്കിൽ 34 ഇഞ്ച് നമ്മളിവിടെ എടുക്കുന്നു. അടിവശം മടക്കാനുള്ള തുണി എടുക്കുന്നു. അത്രേ ഉള്ളൂ. ഇത് നമുക്ക് അതുപോലെ തന്നെ ഉള്ളൂ. ഇതിന് അങ്ങോട്ട് തുണി ഇല്ലെന്നുള്ളതേ ഉള്ളൂ. ഇത് രണ്ടായിട്ട് ഞാൻ മടക്കിയിട്ടെന്നുള്ളതേ ഉള്ളൂ. ഇത് നമുക്ക് ഇതിന് കട്ട് ചെയ്ത് എടുക്കണം. ഉണ്ടാവും. ഇത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തു. ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തു. ഇത്ര മനസ്സിലായോ? ഒന്നുമില്ല ഇതിനകത്ത് അറിയാം. നമ്മളിപ്പോൾ സാധാ പോട്ടം, ഞാൻ ഇത് നമ്മൾ മാറ്റി വെക്കാം. സാധാ പോട്ടം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? സാധാ പോട്ടം വരുമ്പോഴേ സാധാ പോട്ടം വരുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കിയിട്ടു അല്ലേ? 2 പീസുണ്ട്, നമ്മളിങ്ങനെ മടക്കിയിട്ടു. മടക്കിയിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ലൈൻ വരച്ചു, തയ്യൽ തുമ്പ് വരച്ചു. അത് കഴിഞ്ഞ് നമുക്ക് കാലിനുള്ള ഇറക്കം 40 ഇഞ്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 34 ഇഞ്ച് നമ്മളിവിടെ എടുക്കും. എന്നിട്ട് നമ്മൾ മടക്കടിക്കാനുള്ള തുമ്പ് മാർക്ക് ചെയ്യും. എന്നിട്ട് ബോട്ടത്തിന്റെ വീതി എത്രയാണോ അത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മളിങ്ങനെ വരച്ച് ഇവിടെ നമ്മൾ ഇൻസൈഡ് ഇറക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. യോക്ക് നമ്മൾ ഈ ഭാഗത്ത് എടുക്കും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? ആ സെയിം തന്നെയാണ് നമ്മൾ ഈ ഒരു പാവ് ഇത്രയും ലൂസായിട്ട് എന്താ പറയുന്നത് 2 പീസായിട്ട് ഇട്ടില്ലെന്നേ ഉള്ളൂ. നമ്മൾ അതിന് പകരം ഈ 2 പീസ് ഇടുന്നതിന് പകരം, ഇത് 2 പീസ് പറയുന്നത് മടങ്ങി വരുന്ന പീസാണ് കേട്ടോ. 4 പീസായിട്ടാണ് വരുന്നത്. അറിയാമല്ലോ സാധാ പോട്ടം കട്ട് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ഇതങ്ങ് മാറ്റി ഈ ഒറ്റ പീസ് മാത്രമാക്കി. എന്നിട്ട് നമ്മൾ ഈ പീസ് ഇവിടുന്ന് അങ്ങോട്ട് മടക്കി കണ്ടോ. എന്നിട്ട് ഇവിടെ നമ്മൾ ആ മെഷർമെന്റ് തന്നെ എടുത്തിട്ട് ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തിങ്ങനെ എടുത്തു. അതാണ് ഈ ഇരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? അത്രേ ഉള്ളൂ കാര്യം. ഇതെന്തിനാണ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാ പോട്ടം കട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഇവിടെ നമുക്ക് തുണി കൂടുതൽ വേണം. അത് 2 സൈഡിലും നമുക്ക് ഇതിന്റെ അടിവശം വരേണ്ടത് പ്രത്യേക ഒരു പീസിലും ബാക്കിയുള്ള പ്ലീറ്റ് വരേണ്ടത് അല്ലാതെ ജോയിന്റ് ചെയ്ത് വരുന്ന പീസിലും ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമ്മൾ ഇത്രയും കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ അടിവശത്തെ ബോട്ടം വരുന്ന ഭാഗം നമ്മൾ സാധാ ബോട്ടത്തിനകത്ത് മാർക്ക് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാം. ഇവിടെ വരുന്നത് പറയുമ്പോൾ നമ്മൾ സാധാ ബോട്ടത്തിനകത്ത് 6 ഇഞ്ച് 12 ഇഞ്ചൊക്കെ കൊടുക്കത്തുള്ളൂ. പക്ഷെ പട്ടികയിലേക്ക് വരുമ്പോൾ ഇച്ചിരി ലൂസ് കൂടുതൽ, ഒരു 7 ഇഞ്ച് 8 ഇഞ്ച് 9 ഇഞ്ച് കൊടുക്കാറുണ്ട്. നമുക്കൊരു 7 ഇഞ്ച് കൊടുക്കാം. 7 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യും കണ്ടോ. ഈ 7 ഇഞ്ച് നമ്മൾ മുകളിലും മാർക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് സ്കെയിലിന്റെ നീളം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. മനസ്സിലായോ? 7 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. സാധാരണ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് തുണി ഇങ്ങോട്ടുണ്ടല്ലോ,
ഇവിടെ നമ്മൾ ടേപ്പ് ഇങ്ങനെ പിടിച്ച് ഇവിടെ നിന്ന് വര വരച്ച് ഇവിടെ നമ്മൾ ഇൻസൈഡ് എടുത്ത് കട്ട് ചെയ്തങ്ങ് പോവുക ചെയ്യുന്നത്. നമ്മൾ എത്രയാണോ തുണിയുടെ വീതി അതിൻ്റെ അനുസരിച്ച് ആ ഇത് തന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് കണ്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കറക്റ്റായിട്ട് വരയ്ക്കാം. ഞാനത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ വരയ്ക്കുന്നത്, അല്ലെ വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, കട്ട് ചെയ്തൊക്കെ എടുക്കാമെന്നുള്ള കാര്യമുള്ളൂ കണ്ടോ. അതിന് ഇവിടെ വേറെ സിമ്പിളാണ് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണോ ബോട്ടം വരുന്നത് ആ അളവിൽ തന്നെ മേലോട്ട് കട്ട് ചെയ്ത് ഒറ്റ പീസ് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് കൂടി ഇട്ട് കട്ട് ചെയ്ത് ഞാൻ കറക്റ്റായിട്ടാണ് മാർക്ക് ചെയ്തത്. നമുക്ക് തയ്യൽ തുമ്പ് കൂടി ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഈ പീസ് നമ്മൾ മാറ്റി വെച്ചു. ഒരു അടിവശം വരുന്നത് ഈ പീസിലാണ്, ആ വീതിയാണ് നമ്മൾ ഇവിടുത്തെ. ഇപ്പൊ ബോട്ടം നമുക്കൊരു 16 ഇഞ്ചാ വേണ്ടെങ്കിൽ നമ്മൾ 8 ഇഞ്ചും അതിന്റെ തയ്യൽ തുമ്പും എടുത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അത് സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും. അതിന് 2 പീസായിട്ട് നമുക്ക് കിട്ടി കണ്ടോ. വേണ്ട ഒരു പീസ് കണ്ടോ, 2 സൈഡിലേക്കുള്ള പീസ് നമുക്കിവിടെ കിട്ടി. ഇനി ഇത് നമുക്കോട് മാറ്റി വെക്കാം. അതായത് ആദ്യം നമ്മൾ ചെയ്യേണ്ട പട്ടിയാല കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഒറിജിനൽ സാധാ ബോട്ടം കട്ട് ചെയ്യാനുള്ള 2 മീറ്റർ തുണി കൊണ്ട് ഒരിക്കലും പട്ടിയാല ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഫുള്ള് നമ്മൾ സാധാരണ ആൾക്കാർ പ്ലേറ്റ് ഇട്ടിട്ട് പട്ടിയാല എന്ന് പറയുന്ന പോലെ പറയാനേ പറ്റുള്ളൂ. കാരണം ഇതിന് ഏറ്റവും കുറഞ്ഞൊരു 3-4 മീറ്റർ തുണിയെങ്കിലും വേണം ഒരു നോർമലായിട്ടുള്ള പട്ടിയാല ചെയ്യാനെ കൊണ്ട്. 6 മീറ്റർ 7 മീറ്റർ 8 മീറ്ററിനകത്തൊക്കെ അടിപൊളിയായിട്ട് പട്ടിയാല ചെയ്യാം, നല്ല പ്ലേറ്റ് ആയിട്ട് കിടക്കും. അതൊക്കെ ഒഴുകി കിടക്കുന്ന ടൈപ്പുള്ള തുണിയായിരുന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനെ കൊണ്ട്. അതെ, നമുക്ക് ഇത് നമ്മൾ അതിനെ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾ ആ ഒരു പോർഷൻ നമുക്ക് എത്രയാണോ ബോട്ടത്തിന്റെ വീതി വേണ്ടത് അതിന്റെ അനുസരിച്ച് സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ഇറക്കം എത്രയാണോ അതിന്റെ യോക്ക് ബാക്കി വെച്ചിട്ട് യോഗിന്റെ അളവ് മാറ്റിയിട്ട് നമ്മൾ ബാക്കി കട്ട് ചെയ്തെടുക്കുക. അതിന്റെ കാൽക്കുലേഷൻ അറിയാമല്ലോ, ഇല്ലെന്നുണ്ടെങ്കിൽ സാധാ ബോട്ടം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണണേ. അല്ല, ഇത് നമ്മൾ മാറ്റി വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ബാക്കി തുണി നമ്മൾ എടുക്കാം. ഇത് നല്ല വൃത്തിക്ക് നിർത്തിടാം. എന്നിട്ട് ഇത് 2 കരപ്പീസിന്റെ അരപ്പീസൂടെ പിടിക്കാം. ഇത് ഫുള്ളായി തുണി നമ്മൾ നിവർത്തിയിട്ടു. മറ്റേ ഇങ്ങനെ ഫോൾഡ് ചെയ്താണ് വരുന്നത്. ഇങ്ങനെ ഫോൾഡ് ചെയ്താണ് തുണി വരുന്നത്. നമ്മൾ സാധാരണ ബോട്ടം കട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ മുകളിൽ വന്നിട്ട് ഇവിടെ നമ്മൾ യോക്കിന്റെ ഇൻസൈഡ് ഇറക്കേണ്ട കട്ട്, യോഗല്ല ഇൻസൈഡ് ഇറക്കേണ്ട കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് ബോട്ടം വെച്ചങ്ങ് പോയി. ഇതങ്ങനെയല്ല, നേരെ നോർത്തിടുക. എന്നിട്ട് ഇങ്ങനെ 2ആയിട്ട് മടക്കുക. അങ്ങനെ വീതി കൂടുതൽ കിട്ടിയല്ലോ. കറക്റ്റായിട്ട് നമ്മൾ നോർത്തിടുക.